കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ സർക്കാർ തുടരന്വേഷണം നടത്തിയേക്കും. കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചേക്കുമെന്ന സൂചനയുണ്ട്. കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട പോലീസ് നിലവിൽ വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിനാൽ നിയമവിദഗ്ധരുമായി ആലോചിച്ചതിനു ശേഷം സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് നടപടിയെടുക്കാത്തത് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കുന്നുമുണ്ട്. PS രഞ്ജിത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. നമുക്കൊപ്പം ഉണ്ട് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയുടെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ഷാഫി പറമ്പിലിന്റെ വൻ വിജയത്തെ പോലും സ്വാധീനിച്ചതാണ് ഈ ഒരു കാഫർ സ്ക്രീൻഷോട്ട് വിവാദം. അത് തുടക്കത്തിൽ ഒരു എഡ്ജെടുക്കാനൊക്കെ LDF ശ്രമിച്ചിരുന്നെങ്കിൽ സംസ്ഥാന തലത്തിലാകെ അവർക്ക് നാണക്കേടാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിൽ ഉഴപ്പുന്നത് കാണുകയും ചെയ്തു. ഇപ്പോൾ കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ള പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും? ആഭ്യന്തരമന്ത്രി ഇതിൽ നടപടിയെടുക്കുകയാണെങ്കിൽ ഇതിൽ അന്വേഷണം വീണ്ടും ആരംഭിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിനെ സംബന്ധിച്ച് ഇതിൽ അവസാനമായി ആദ്യമായി ഈ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് ഡിവൈഎഫ്ഐ നേതാവും അധ്യാപകനുമായിട്ടുള്ള റിബേഷ് ആണ് എന്ന് കണ്ടെത്തിയിരുന്നു. CPMന്റെ സംസ്ഥാന സമിതി അംഗം ഉൾപ്പെടെ ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതാണ് പോലീസിനെ കുഴക്കിയത്. ഏതായാലും ഇത് ഷെയർ ചെയ്ത ആളുകളുടെ ഫോൺ, ഇപ്പോൾ റിബേഷിൻ്റെ ഉൾപ്പെടെയുള്ള ഫോണിൻ്റെ ഫോറൻസിക് പരിശോധന ഫലം ലഭ്യമാക്കണം എന്ന ഹൈക്കോടതിയുടെ ഒരു വിധി ഇതിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസും പറയുന്നത് ആ ഫോറൻസിക് പരിശോധന ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ളതാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായതും ആ ഫോറൻസിക് പരിശോധനാ ഫലമാണ്. എവിടെയാണ് ഈ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നാണ് അറിയേണ്ടത്. അതിൻ്റെ ഉടമ അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയ ആളിലേക്ക് എത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച വെല്ലുവിളി എന്ന് പറയുന്നത്. ഏതായാലും ലീഗിനെ സംബന്ധിച്ചും UDFനെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമാണ് ഇത്. കാരണം വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ലീഗിനെതിരെ ഉയർത്തിയ ഏറ്റവും വലിയ വർഗീയ കാർഡായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. അത് CK കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകന്റെ പേരിലായിരുന്നു പുറത്തിറങ്ങിയത്. എന്നാൽ പിന്നീട് അത് യൂത്ത് ലീഗ് പ്രവർത്തകനായ CK കാസിം പുറത്തിറക്കിയതല്ല, വ്യാജമാണ് എന്ന് കണ്ടെത്തി. പക്ഷേ ആ വ്യാജമായി അത് ആര് നിർമ്മിച്ചതാണ് എന്ന് കണ്ടെത്താൻ കേരള പോലീസിന് സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും നാണക്കേടായിരുന്നു. ഏതായാലും ഭരണം മാറിയ സാഹചര്യത്തിൽ ലീഗ് അത് അഭിമാന പ്രശ്നമായി എടുത്തിരിക്കുന്നു. പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം നടന്നാൽ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ലീഗ് പ്രവർത്തകർക്ക് സംബന്ധിച്ച് അവർക്ക് നീതി ലഭ്യമാകണം എന്നുള്ളതാണ്. അത് ലഭ്യമാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.